ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് സൺഡേ ആയതുകൊണ്ട് സ്പെഷ്യൽ ഐറ്റമാണ് കപ്പയും ബീഫ് കറിയാണ്. അപ്പോൾ നമുക്കതിന് വേണ്ടിയിട്ടുള്ള കപ്പ റെഡിയാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഞാനതിനെ നല്ലതായിട്ട് വൃത്തിയാക്കിയ ശേഷം കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതിന് ഫുള്ളും കട്ട് ചെയ്തെടുക്കാം നമുക്ക്. കപ്പയെല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഈ കട്ട് ചെയ്ത കപ്പയെ ഞാനിനി നല്ലോണം കഴുകിയെടുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അതിനെ നല്ലോണം 2-3 പ്രാവശ്യം ഞാൻ കഴുകിയെടുക്കുന്നുണ്ട്. അതിൽ ചെളിയൊക്കെ ഉണ്ടാവും, അതെല്ലാം പോകാൻ വേണ്ടിയിട്ടാണ് ഇത്രയും നല്ലോണം കഴുകുന്നത്. കപ്പയെല്ലാം ക്ലീനാക്കി ഞാനതൊരു മൺകലത്തിലേക്ക് മാറ്റുന്നുണ്ട്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള വെള്ളം വെച്ച് അതിനെ വേറെ അടുപ്പിലോട്ട് നമുക്ക് കൊണ്ടുപോയിട്ട് വേവിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത് കപ്പ വെന്ത് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ലോണം വെന്ത് കഴിയുമ്പോഴത്തേക്കും ഞാൻ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയെ ഇട്ട് കൊടുക്കും. അപ്പോൾ അത് തിളയ്ക്കുമ്പോൾ തന്നെ ആ മഞ്ഞൾപ്പൊടി ഇടുമ്പോൾ ആ കപ്പയിലേക്ക് അത് പിടിക്കാൻ ഇടയാവും. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇനി അതിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കറിവേപ്പില, ഒരു 2-3 അല്ലി വെളുത്തുള്ളി, ഇതിനെ മിക്സിയുടെ ജാറിലിട്ടൊന്ന് നന്നായിട്ട് അടിച്ചിട്ട് അതിലേക്ക് കപ്പയിലോട്ട് ഇടുന്നുണ്ട്. അപ്പോൾ അതിൽ കുറച്ച് ഉപ്പുപൊടിയും ഒക്കെ ഇട്ടിട്ട് നല്ലോണം ഇളക്കി നല്ലോണം നമുക്ക് ഏത് തരമാണോ ആവശ്യം ആ തരത്തിലോട്ടാക്കി നമുക്കത് നല്ലോണം ആക്കി എടുക്കണം. അപ്പോൾ ചിലർക്ക് നല്ലോണം അത് ഉടച്ചെടുക്കുന്നതായിരിക്കും ഇഷ്ടം. അപ്പോൾ ആ തരത്തിലാണെങ്കിൽ അതുപോലെ നമ്മൾ ചെയ്യാൻ നോക്കണം. ഇനി നമ്മൾ റെഡിയാക്കിയ കപ്പയ്ക്ക് വേണ്ടിയിട്ട് ഇനി ബീഫ് റെഡിയാക്കുവാനായിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ആ ബീഫ് വാങ്ങിയത് അത്രയും ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് നല്ലോണം കഴുകി എടുക്കുവാൻ പോവാണ്. അപ്പോൾ അത് ഒരു പാത്രത്തിൽ നിന്ന് വേറൊരു പാത്രത്തിലേക്ക് നല്ലോണം 2-3 പ്രാവശ്യം അതിനെ നല്ലോണം തന്നെ അത് കഴുകി വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എത്രത്തോളം കഴുകിയെടുക്കുമോ അത് അത്രത്തോളം നല്ലതാണ്. ബീഫെല്ലാം ഞാൻ കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. ആ വൃത്തിയാക്കിയ ബീഫിനെ ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റുന്നു. അതിൽ നിന്ന് ഞാൻ വേവിക്കുവാൻ വേണ്ടി നമുക്ക് വേവിച്ചെടുക്കുവാൻ വേണ്ടിയിട്ടുള്ള കുക്കറിലേക്ക് ഞാനിതിനെ എല്ലാ ബീഫിനെയും അതിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ നല്ല വൃത്തിയായിട്ട് തന്നെ നിങ്ങളിതുപോലെ ചെയ്യാൻ നോക്കണം. വെള്ളമൊന്നും അതിൽ ഉണ്ടാവാത്ത രീതിയിൽ എടുക്കണം. അപ്പോൾ അതിന് ശേഷം നമ്മൾ ഇതിനാവശ്യമായിട്ടുള്ള മഞ്ഞൾപ്പൊടി അതിലിട്ട് തന്നെ വേവിക്കാൻ വേണ്ടിയിട്ട് നോക്കണം. അതിന് എന്താ പറയുക, അതിലെന്തെങ്കിലും അണുക്കളുണ്ടെങ്കിൽ അത് നശിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് മഞ്ഞൾപ്പൊടി നമ്മൾ ആദ്യമേ അതിനിടുന്നത്. പിന്നെ അതിനാവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കുന്നുണ്ട്. അപ്പോൾ അധികം കൂടാതെ വണ്ണം ചേർക്കാൻ നോക്കണം. പിന്നെ അതിനാവശ്യം കുറച്ച് വെള്ളം ആവശ്യമുണ്ട്. കൂടുതലായിട്ട് വേണ്ട, അത്യാവശ്യത്തിനുള്ള മാത്രം ഉപയോഗിച്ചാൽ മതി. അതിനെ ഞാൻ അടുപ്പിൽ വെച്ച് നല്ലതായിട്ട് കത്തിക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കിത് ആവശ്യമായിട്ടുള്ള കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി ഇതെല്ലാം ഞാൻ നല്ല വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതുപോലെ ഉപയോഗിക്കാം. അപ്പോൾ എനിക്ക് വീട്ടിലെത്തിക്ക് ഇത്രയും മതിയാകും. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ളതാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതും ഞാൻ നല്ല വൃത്തിയാക്കി തന്നെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് സവാള കട്ട് ചെയ്യുന്നുണ്ട്. ചെറിയ ഉള്ളി കൂടി വേണമെന്നുള്ളവർക്ക് അതിന് ചേർക്കാം. അതുണ്ടെങ്കിൽ അപ്പോൾ നല്ലൊരു ടേസ്റ്റ് കൂടുതലായിട്ട് നമുക്ക് കിട്ടും. പക്ഷേ എനിക്കിവിടെ ഇന്ന് ചെറിയ ഉള്ളി ഇല്ല, അപ്പോൾ സവാള മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അത് മാത്രമാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. സവാളയെല്ലാം ഞാൻ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്.
ഇത് റെഡിയാക്കാൻ വേണ്ടി ഞാൻ ഒരു ഉരുളി എടുത്ത് അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ചൂടായി വരുമ്പോൾ ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ എണ്ണ ചൂടായി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് കുറച്ച് കടുക് ഇടുന്നു. അത് പൊട്ടിക്കഴിയുമ്പോൾ ഏകദേശം ആയി വരുന്നുണ്ട്. അത് പൊട്ടി വരുമ്പോഴത്തേക്കും തന്നെ അത് നമുക്ക് കുറച്ച് വറ്റൽ മുളക് ഇതിന് ആവശ്യമായിട്ട് ഞാൻ എടുത്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ വറ്റൽ മുളകിനെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നു. വറ്റൽ മുളക് ബ്രൗൺ കളറാവുന്നത് വരെ എണ്ണയിലിട്ട് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഇതിൽ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും അതിൽ കിടന്ന് മൊരിഞ്ഞു. അതിന് ശേഷം കട്ട് ചെയ്ത സവാളയും ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തു. അതിനെ നല്ലോണം ചട്ടുകം കൊണ്ട് ഇളക്കി കൊടുക്കണം. നല്ലോണം ഇളക്കിയതിന് ശേഷം അത് ഒരു മയത്തിൽ വന്നതിന് ശേഷം നല്ലതായിട്ട് ഇതാവാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഉപ്പ് പൊടി ശകലം അതിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പ് പൊടി ഇടുമ്പോൾ തന്നെ സവാള നല്ലോണം നല്ല ഒരു സോഫ്റ്റായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപ്പിട്ട് കൊടുക്കുന്നത്. പെട്ടെന്ന് വേവാൻ വേണ്ടിയിട്ടാണ്, വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിടുന്നത്. പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് പച്ചമുളക് കീറി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെ അതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ ആയിട്ട് നല്ലോണം ഇളക്കി കൊടുത്ത് വേവിച്ചെടുക്കണം. അപ്പോൾ ഉള്ളി ഏകദേശം ആയി വരുന്നുണ്ട്. അതിൻ്റെ കളറൊക്കെ മാറി തുടങ്ങി. അപ്പോൾ ഒരു ബ്രൗൺ കളറായി വരണം. അപ്പോൾ അതിലേക്ക് ഇനി ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഞാൻ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. അതിനെ ഒന്ന് നമുക്ക് അടിച്ചെടുക്കാം. ഈ പരുവത്തിലെടുക്കണം. ഇത് കഴിഞ്ഞിട്ട് ഇതിനെ നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ആ സവാളയൊക്കെ വഴറ്റി വെച്ചിരിക്കുന്നത് അതിലേക്ക് നമുക്ക് ഇഞ്ചി പേസ്റ്റും വെളുത്തുള്ളി പേസ്റ്റും ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഇളക്കി കൊടുക്കണം. നല്ലോണം ഇളക്കി അതിനെല്ലാം കൂടിയായിട്ട് ഒരു ബ്രൗൺ കളറിൽ അതിൻ്റെ സ്മെല്ലെല്ലാം മാറുന്നവരെ ആക്കണം. ഞാൻ ഇതിന് വേണ്ടി ഇത്രയും മസാല എടുത്തിട്ടുണ്ട്. അതിനെ പൊടിയാക്കിയിട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇതിൽ കുറച്ച് ഞാൻ ഇടുന്നത് കാശ്മീരി മുളക് പൊടിയാണ്. അപ്പോൾ അതിനിത്തിരി നല്ലൊരു നിറം ഉണ്ടാകും, അധികം എരിവുണ്ടാകത്തില്ല. അപ്പോൾ അത്യാവശ്യം കാശ്മീരി മുളക് പൊടി, പിന്നെ ഇത്തിരി കുറച്ചധികം മല്ലിപ്പൊടി ഇടുന്നുണ്ട്. മല്ലിപ്പൊടി ഇടുമ്പോഴത്തേക്കും നമ്മൾ ബീഫിന് ഇത്തിരി അധികം ഇടുമ്പോൾ അതിൻ്റെ ചാറ് നല്ലതായിരിക്കും എന്നാണ്. അങ്ങനെയാണ്. നിങ്ങൾ എങ്ങനെയാണോ ഇടുന്നത് ആ അളവിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇത് ഇത്രയും ഇട്ടിട്ട് മസാലപ്പൊടി ഇട്ടതിന് ശേഷം നല്ലോണം ഇളക്കി ഈ കളറാവുന്നത് വരെ ഞാൻ ചെയ്യുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ കളർ. എൻ്റെ ബീഫ് കറിയുടെ നിറം ഇതാണ്. ഇതിലേക്ക് ഞാനിനി കുറച്ച് മസാലപ്പൊടി ഇപ്പോഴാണ് ഇട്ടത്. അപ്പോൾ അത് മറന്നുപോയി ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. മസാലപ്പൊടി ഇട്ട് കൊടുത്തു. അതെല്ലാം ഇട്ട് കൊടുത്ത് അതിനെ ഇളക്കി. നല്ലൊരു മണമാണ്. അതിലേക്ക് ഞാൻ എൻ്റെ വേവിച്ച് വെച്ചിട്ടുള്ളതായ ബീഫിനെ തട്ടിക്കൊടുക്കുന്നു. അതിനെ നല്ലോണം ഇളക്കി നല്ലൊരു പരുവാവുന്നത് വരെ നമുക്ക് വേവിച്ചെടുക്കണം. അതിനുണ്ടാക്കി വെച്ചിരിക്കുന്ന ആ കൂട്ടെല്ലാം ഈ ബീഫിലോട്ട് പിടിക്കണം. അപ്പോൾ ആ ഒരു ഇതുവരെ നമ്മൾ തീ അധികം കത്താത്ത രീതിയിൽ ചെറു തീയിൽ തന്നെ നിന്നിട്ട് വേവിച്ചെടുക്കാൻ നോക്കണം. എനിക്ക് അടുപ്പിലാണ് ഞാൻ വെച്ചുണ്ടാക്കുന്നത്, ഗ്യാസില്ല, അതുകൊണ്ടാണ് അപ്പോൾ എല്ലാം അടുപ്പിൽ വെക്കുന്നത്. അപ്പോൾ അതിൻ്റേതായൊരു പാകപ്പഴുണ്ട്. പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് മല്ലിയില എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. പിന്നെ രമ്പയില, ഇത് ഇത്രയും കട്ട് ചെയ്ത് തയ്യാറാക്കി വെച്ചിട്ടുള്ള ബീഫിലേക്ക് നമ്മൾ ഈ കട്ട് ചെയ്തെടുത്തിരിക്കുന്ന ഈ ഇലകളെ നമുക്ക് അതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്ത ശേഷം നല്ലോണം ഇളക്കി കൊടുക്കണം. നല്ലൊരു മണമാണ് ഇതിൽ വരുന്നത്, നല്ല സ്മെല്ലാണ്. ഇത്രയും മതി നമുക്ക് കപ്പ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഈ പറയുമ്പോഴൊക്കെ എനിക്കൊരു കിതപ്പ് പോലെ തോന്നുന്നുണ്ട്, ശ്വാസം മുട്ടാണ്. പിന്നെ കൗണ്ട് കുറഞ്ഞ പനിയായിരുന്നു. എങ്കിലും ഒരു വീഡിയോ ചെയ്യണമെന്ന് വെച്ചിട്ട് ഇപ്പോൾ അങ്ങനെ ഞാൻ ചെയ്യുന്നതാണ്. ക്ഷമിക്കണം, എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ക്ഷമിക്കണം. ഇനി നല്ലോണം പറയാൻ പറ്റുന്നില്ല. പിന്നെ നമുക്ക് ആവശ്യമുള്ള ബീഫ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കപ്പയും ബീഫും ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ നിങ്ങളെന്നെ സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. എല്ലാവർക്കും താങ്ക് യു.